നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മൃദുല എൽ വിനോദ്. ഞാൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പ്രാൺ ഹോസ്പിറ്റൽ, ഒരുവാതിൽക്കോട്ട. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് PCOS കുറിച്ചാണ്. എന്താണ് PCOS? അണ്ഡാശയങ്ങൾ അസാധാരണമായ അളവിൽ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ മെയിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ്, അതാണ് PCOSിലേക്ക് നയിക്കുന്നത്. ആൻഡ്രോജൻസ് കൂടി നിൽക്കുന്നതിനാൽ അണ്ഡോൽപാദനം തടസ്സപ്പെടുകയും അൾട്രാസൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് കാണുകയും ചെയ്യുന്നു. എന്താണ് ഈ പോളിസിസ്റ്റിക് ഓവറീസ്? ഓവറീസിലുള്ള മൾട്ടിപ്പിൾ സിസ്റ്റുകളാണോ? അല്ല. പോളിസിസ്റ്റിക് ഓവറീസ് എന്നാൽ ചെറിയ ചെറിയ ഫോളിക്കിൾസ്, പക്വത അല്ലാത്ത മുട്ടകളുള്ള സഞ്ചികൾ. അത് ബേസിക്കലി ഇതാണ് ഈ ചെറിയ ഫോളിക്കിൾസ്. അതൊരു സിസ്റ്റിക് അപ്പിയറൻസ് ആയിട്ട് തുടരുന്നതാണ് ഈ പോളിസിസ്റ്റിക് ഓവറി അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. ഇത് പ്രശ്നം പിടിച്ച സിസ്റ്റുകളോ അല്ലെങ്കിൽ അപകടകരമായ സിസ്റ്റുകളോ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റുകളോ അല്ല. എന്താണ് PCOSൻ്റെ കാരണങ്ങൾ? മെയിനായിട്ട് നമ്മൾ പറയുന്നത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ സംസ്കരിച്ച ഭക്ഷണം. അതിൽ പോഷകാംശം കുറവായിരിക്കും, പഞ്ചസാരയുടെ അളവും കൊഴുപ്പ് കൂടിയ ഭക്ഷണം, ഇതെല്ലാം PCOSിലേക്ക് നയിക്കാം. വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, പിന്നെ ജനതികമായി വരുന്ന PCOS അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് ഫാമിലീസിൽ റൺ ചെയ്യുന്ന PCOS. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ആക്ഷൻ ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സെൽസ് അതിനോട് റിയാക്ട് ചെയ്യാതിരിക്കുക, അങ്ങനെ ഡയബറ്റിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പിന്നെ ഉണ്ടാകുന്ന അമിതവണ്ണം, ഇതും ഒരു കാരണമാവാം PCOSിലേക്ക്. അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ഇതുപോലെ ആൻഡ്രോജൻ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയും അത് കാരണം വരുന്ന PCOS, അതും ഒരു കാരണമാണ്. എന്താണ് PCOSൻ്റെ ലക്ഷണങ്ങൾ? ആർത്തവത്തിൽ ക്രമക്കേട് അല്ലെങ്കിൽ ആർത്തവം നഷ്ടപ്പെടുക, പീരിയഡ്സ് ഇറഗുലർ ആവുക, പീരിയഡ്സിൻ്റെ ഫ്ലോ കുറയുക, ഇതൊരു സിംറ്റമാണ്. പിന്നെയുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? മുഖക്കുരു, മുഖത്ത്, പുറത്ത്, നെഞ്ചിലുള്ള മുഖക്കുരു, നമ്മുടെ കൗമാരപ്രായം കഴിഞ്ഞിട്ടും പെർസിസ്റ്റ് ചെയ്യുന്ന മുഖക്കുരു, അത് PCOSൻ്റെ ഒരു ലക്ഷണമാകാം. അമിതമായ രോമ വളർച്ച, എവിടെയൊക്കെയാണ് കൂടുതൽ രോമമായിട്ട് കാണുന്നത്? മുഖത്തും നെഞ്ചിലും കൈയിലും വയറിൻ്റെ ഭാഗത്തുമൊക്കെ ആയിട്ട് രോമ വളർച്ച കൂടുതലായിട്ട് കാണുക, അതിനെ പറയുന്നതാണ് ഹിർസ്യൂട്ടിസം. പിന്നെ ചർമ്മത്തിൻ്റെ കറുപ്പ് നിറം, ഇത് കൂടുതൽ കാണുന്നത് കഴുത്തിൻ്റെ മടക്കിലും കക്ഷത്തിലും കാലുകളുടെ ഇടയ്ക്കയും സ്തനങ്ങളുടെ താഴെയുമായിട്ടാണ്. ഇതിനെ പറയുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഇത് PCOSിൽ കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു കാരണമായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അമിതവണ്ണം മിക്ക PCOS വിമൻ, ഒരു 40 അല്ലെങ്കിൽ 80% സ്ത്രീകളിൽ അമിതവണ്ണം കാണാറുണ്ട്. അമിതവണ്ണം ഇല്ലാത്ത PCOSും കാണാറുണ്ട്, പക്ഷേ അമിതവണ്ണം ഒരു സ്ട്രോങ് അസോസിയേഷനാണ്. പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, തലമുടി കൊഴിച്ചിലുണ്ടാകാം. പിന്നെ വന്ധ്യത ഓൾസോ ഒരു കാരണമാകാം. PCOS കാരണം ഉണ്ടാകുന്ന വന്ധ്യത, അണ്ഡോൽപാദനം തടസ്സപ്പെടുന്നത് കൊണ്ടും പീരിയഡ്സ് ഇറഗുലർ ആവുന്നത് കൊണ്ടുമാണ് ഈ വന്ധ്യത PCOSിൽ കാണപ്പെടുന്നത്.